യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഇസ്രായേലിലൊക്കെ യുദ്ധം നടക്കുമ്പോൾ അനേകരുടെ ശ്രദ്ധ ഇസ്രായേലിലേക്കായി. പ്രത്യേകിച്ച് ദൈവവചനം അറിയുന്നതായിരിക്കുന്ന ആളുകൾ, കുറച്ചെങ്കിലുമൊക്കെ അറിയുന്നവരായിരിക്കുന്ന ആളുകളൊക്കെയും എന്ത് സംഭവിക്കും എന്ന് കാത്തു നോക്കിക്കൊണ്ട് ഇസ്രായേലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനുമായിട്ട് യുദ്ധം നടത്തുമോ, അതൊരു ആഗോള യുദ്ധമായിട്ട്, ഒരു മൂന്നാം ലോക യുദ്ധമായിട്ട് മാറുമോ, എന്തായിരിക്കും സംഭവിക്കുക? ആകാംക്ഷയുടെ ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്നതായിരിക്കുന്നൊരു കാലഘട്ടമാണ്. എന്തായാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവൻ ഉള്ളതായിരിക്കുന്ന ഒരു പ്രതീക്ഷയാണ്, ആ ഒരു കാത്തിരിപ്പാണ്. എല്ലാവർക്കും പ്രതീക്ഷയും കാത്തിരിപ്പും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കർത്താവ് ഇപ്പോഴെങ്കിലും വരല്ലേ എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകളും ഒട്ടും കുറവല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളൊക്കെ വളരെ ആളുകളെ ചിന്തിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഉപമ പഠിപ്പിനെന്ന് പറഞ്ഞു. അത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണെന്നറിയാം. അപ്പോൾ ഇസ്രായേലിനെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാലത്തെ വിവേചിച്ചറിയണം എന്ന് കർത്താവ് ഒരു താക്കീത് യഹൂദന്മാർക്ക് കൊടുത്തത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ലോകത്തിലെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരാറായി വേഗത്തിൽ വരുമെന്നുള്ളതായിരിക്കുന്ന ഒരു ധ്വനി നമുക്കെല്ലായിടത്തും കാണുവാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഇസ്രായേലിലെ സംഭവവികാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ലോകത്തിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ല ഞാൻ ഇന്ന് ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ തിരുവെഴുത്തിൻ്റെ മാത്രം വെളിച്ചത്തിലാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവെഴുത്തിൻ്റെ മാത്രം വെളിച്ചത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ പറയാറുണ്ട്, ഇസ്രായേലിൽ വല്ല യുദ്ധം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊറോണ പോലുള്ളതായിരിക്കുന്ന വല്ല മാരക രോഗങ്ങളും ലോകത്ത് പടർന്നു പിടിക്കുകയാണെങ്കിൽ അപ്പോൾ കുറേ പ്രവാചകന്മാർ എഴുന്നേക്കും, എന്നിട്ട് കർത്താവ് വരാറായി, കർത്താവ് വരുന്ന പ്രവചനവും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എഴുന്നേക്കും എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഞാൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് കൊറോണ വന്നേ പിന്നെയല്ല, ഇസ്രായേലിൽ യുദ്ധം തുടങ്ങിയ പിന്നെയല്ല. 2018 മുതൽ ഞാൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഏകദേശമായിരിക്കുന്ന ഒരു ധാരണ തിരുവെഴുത്തിൽ നിന്ന് പലരോടും പങ്കുവച്ചിട്ടുള്ളതാണ്. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും യൂട്യൂബിൽ ആ വീഡിയോകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പോഴുണ്ടായ സംഭവങ്ങളുടെ വെളിച്ചത്തിലൊന്നും പറയുന്നതായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പരിഹസിച്ചവരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അന്നായിരുന്ന ആ സഭയിലെ അംഗങ്ങൾ പോലും എന്നെ പരിഹസിച്ചു. എൽദോ ബ്രദർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് എന്നെക്കുറിച്ച് പറയുകയും പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് അവർ പക്ഷേ ഇസ്രായേലിലെ സംഭവങ്ങളിലേക്കൊക്കെ നോക്കി ആശ്ചര്യപ്പെടുകയാണ്. ശരിയായിരിക്കുമോ, പറഞ്ഞതുപോലെ കർത്താവ് വരാൻ അടുത്തുവോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം അനേകരുടെ ഹൃദയങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്, നെള്ളിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഞാനതിന് ഒരു കാര്യം പറയട്ടെ. ദൈവം ഒരുതിനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നത്, ലോകത്തോട് വിളിച്ച് പറയാതിരിക്കുന്നത് കുറ്റകരമാണ്. കാരണം തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എഹെസ്കേൽ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ എഹെസ്കേലിനോട് പറയുന്നുണ്ട്, മനുഷ്യപുത്ര നീ ഇത് അറിയിച്ചില്ല എങ്കിൽ ഇത് കർത്താവിൻ്റെ വരവല്ല, അവിടെ ഇസ്രായേലിൻ്റെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞത്. അവർക്ക് നാശം വരും, അത് നീ അറിയിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ വേദഭാഗത്ത് പറയുന്നത് നീ അറിയിച്ചില്ലെങ്കിൽ, നീ അറിയിക്കാതെ അവർ നശിച്ചു പോയാൽ, അവരുടെ പാപത്തെ ഓർമ്മപ്പെടുത്താതെ അവർ നശിച്ചു പോയാൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അത് ഞാനൊന്ന് വായിക്കാം. എഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. അപ്പോൾ ഇസ്രായേലിൻ്റെ കാവൽക്കാരനായിട്ട് ഈ പറയുന്ന എഹെസ്കേൽ പ്രവാചകനെ നിയമിച്ചു. അപ്പോൾ നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് അവരെ പ്രബോധിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ച് കൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ, അതായത് നീ അവൻ്റെ കുറ്റം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പറയാതെ ഇരുന്നാൽ, അതാണ് അവിടെ പറയുന്നത്. എന്താണ് പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നോക്കിയേ, ദുഷ്ടനോട് അവൻ ദുഷ്ടനാണ്, ശിക്ഷ വരും നിനക്ക് എന്നുള്ള കാര്യം ഓർപ്പിക്കാതെ അവൻ മരിച്ചു പോയാൽ അവൻ്റെ കുറ്റം പറയാൻ ഏൽപ്പിച്ചവനോട് ചോദിക്കുമെന്നാണ്. എന്നിട്ട് പിന്നെയും പറയാണ്, എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു.
നോക്കി അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം ഒരാളോട് പറയാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻ ലോകത്തോട് പറയുക തന്നെ വേണം. വിശ്വസിച്ചാലും വിശ്വസിക്കാഞ്ഞാലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതല്ലെങ്കിൽ അത് നമ്മളോട് കണക്ക് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2018 കാലം മുതൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്നുള്ളതായിരിക്കുന്ന വിഷയം ഞാൻ അനേകരോട് പങ്കുവയ്ക്കുന്നതാണ്. തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ അന്ന് കൊറോണയില്ല, ഇസ്രായേലിൽ യുദ്ധമില്ല, ഒരു പ്രശ്നവുമില്ല, വളരെ സമാധാനപരമായി ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് പറയാൻ തുടങ്ങിയതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ഞാൻ പറയുന്നത് ഇസ്രായേലിലെ യുദ്ധം നോക്കിയിട്ടൊന്നുമല്ല, ഇസ്രായേലിലെ പ്രശ്നങ്ങൾ നോക്കിയിട്ടുമല്ല ഞാൻ പറയുന്നത്. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഏകദേശം ഒരു 6-7 കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി. കർത്താവായ യേശുക്രിസ്തു വേഗം വരാനായി എന്നുള്ളതായിരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായി. കാലവും സമയവും ഒന്നും നമുക്കറിയില്ലെങ്കിലും, അതൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ലെങ്കിലും, എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവ് വരും എന്നുള്ള പല സൂചനകൾ നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അത് ഞാൻ ആ നാളുകൾ തൊട്ട് പറയുന്നുണ്ട്. അത് ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാകില്ലേ? ഇപ്പം ഞാൻ എസ്കേൽ പുരാണത്തിൽ വായിച്ചതുപോലെ ദുഷ്ടനോട് അവൻ്റെ ദുഷ്ടതയും അവന് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് പറയാതെ അവൻ മരിച്ചു പോയാൽ പറയാൻ ഏൽപ്പിച്ചവനാണ് അവൻ്റെ ആ മരണത്തിൻ്റെ ഉത്തരവാദി, അല്ലെങ്കിൽ ആ ശിക്ഷ അവന് കിട്ടും എന്ന് പറഞ്ഞതുപോലെ. അപ്പം എനിക്കിത് പറയാനുള്ളത് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സുള്ളവർക്ക് അംഗീകരിക്കാം, തള്ളിക്കളയാൻ മനസ്സുള്ളവർക്ക് തള്ളിക്കളയാം. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാരും, എന്നെ കേൾക്കുന്ന ആരും നശിച്ചു പോകരുതേ എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയും അവൻ്റെ വരവെന്നാളുടെ ഉൽപ്രവണത്തിൽ എടുക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ആയിരിക്കുന്ന വാഞ്ചയോടുകൂടെയാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. അതുകൊണ്ട് ആരും നശിച്ചു പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 54 മുതലുള്ളായിരിക്കുന്ന വാക്യം. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ അറിയുന്നു, നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാഞ്ഞത് എന്ത്? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? നോക്കിക്കേ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് അവർക്ക് ഈ കാലലക്ഷണങ്ങൾ നോക്കി കാര്യങ്ങൾ പറയാനായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ പടിഞ്ഞാറ് നിന്ന് മേഘം പോകുമ്പോൾ പെരുമഴക്കാലം വരാൻ പോവുകയാണെന്ന് അവർ പറയും. അത് ഇന്ത്യക്കാർക്കും അറിയാം, കേരളക്കാർക്കും അറിയാം, ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല അല്ലേ. അതുപോലെ തന്നെ തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലും അത്യുഷ്ണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ്. അങ്ങനെ നിങ്ങൾ കാലത്തിൻ്റെ ലക്ഷണങ്ങളെ എങ്ങനെ വിവേചിക്കാറുണ്ട്? എന്നിട്ട് കർത്താവ് അവരെ കുറ്റപ്പെടുത്തുക. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാലത്തെ വിവേചിക്കാൻ കഴിയാത്തത്? അതായത് ഇസ്രായേൽ ജനത വളരെ ശ്രദ്ധയോടെ തിരുവെഴുത്ത് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ വരവിനെ പോലും അവർക്ക് അച്ചട്ടായിട്ട് മനസ്സിലാക്കാമായിരുന്നു. അവർക്കത് തിരിച്ചറിയുമായിരുന്നു. അതാ കർത്താവ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നിട്ട് ഈ കാലത്ത് തിരിച്ചറിയാൻ വിവേചിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തിനാ വായിച്ചെന്നറിയാമോ? എന്നെ കേൾക്കുന്നതായിരിക്കുന്ന നിങ്ങളാരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കർത്താവേ എന്നന്ന് പറയാൻ ഇടവരരുത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളായിരിക്കുന്ന ബോധം നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളായിരിക്കുന്ന ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതുപോലെ ഇനിയും തുടർന്ന് 5-6 കാര്യങ്ങളിൽ ഇതുപോലെയോ ഇതിനേക്കാൾ ശക്തമായിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. സമയം കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. സൂചനകൾ ബൈബിളിൽ പറയുന്നതായിരിക്കുന്ന ചില തെളിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോകളും തത്സമയത്ത് തന്നെ കിട്ടണമെങ്കിൽ, യൂട്യൂബ് തുറന്നാൽ അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ വീഡിയോകൾ ഇടുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹോശിയ പ്രവചനത്തിലെ ഒരു വേദഭാഗമാണ്. ഹോശിയ പ്രവചനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദ ഗൃഹത്തിന് ദ്രവത്വവുമായിരിക്കും. അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പാപത്തിൻ്റെ ദൈവത്തോടുള്ളായിരിക്കുന്ന അനുസരണക്കേട് നിമിത്തം.
ഞാൻ അവർക്ക് പുഴുവും യഹൂദ ഗൃഹത്തിന് ദ്രവത്വവുമായിരിക്കും. എഫ്രയീം തൻ്റെ വ്യാധിയും യഹൂദ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രയീം അശൂരിൽ ചെന്ന് യുദ്ധതൽപരനായ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറുപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എഫ്രയീമിന് ഒരു സിംഹം പോലെയും യഹൂദ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പോയിക്കളയും. ഞാൻ പിടിച്ചുകൊണ്ടുപോകും, ആരും വിടുവിക്കുകയില്ല. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഈ വായിച്ച വേദഭാഗത്ത് ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിലാണ് ഞാൻ വായിച്ചത്. ആ വേദഭാഗത്ത് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ ഞാൻ ശിക്ഷിക്കും, അവരുടെ പാപത്തിന് തക്കവണ്ണം ഞാൻ ശിക്ഷിക്കും. ഒരു പുഴു മരത്തെ കുത്തി കളഞ്ഞിട്ട് ആ മരം ഉണങ്ങിപ്പോകുന്നത് പോലെയും, അതുപോലെ തന്നെ ഒരു വ്യാധി പിടിച്ചിട്ട് ഒരു മരം, ഒരു വൃക്ഷം എങ്ങനെ ചുവട് ചീഞ്ഞു പോകുന്നുവോ അതുപോലെയും ഞാൻ അവരെ ദ്രവിപ്പിക്കും എന്നാണ് പറയുന്നത്. ദ്രവിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ശിക്ഷിച്ചപ്പോഴൊക്കെ ഇവരെന്ത് ചെയ്തു? എഫ്രയീം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അശൂരിലും മറ്റുള്ളായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പോയിട്ട് സഹായത്തിന് അവിടുത്തെ രാജാക്കന്മാരെ ആശ്രയിച്ചു. എന്നാൽ അവർക്കാർക്കും ഇവരുടെ മുറിവ് പൊറുപ്പിക്കാനോ ഇവരുടെ വ്യാധി സൗഖ്യമാക്കാനോ അവർക്കാർക്കും കഴിഞ്ഞില്ല. എന്നിട്ട് കർത്താവ് അവിടെ പറയുകയാണ്, ഞാൻ തന്നെ എഫ്രയീമിന് ഒരു സിംഹം പോലെയും യഹൂദയ്ക്ക് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ സിംഹവും ബാലസിംഹവും ഒക്കെ പിന്നെ ഇര കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് കീറി പിച്ച് ചീന്തി നാമാവശേഷമാക്കും, നമുക്കറിയാമല്ലോ. അതുപോലെ ഞാൻ ഇസ്രായേലിനായിരിക്കും എന്നവിടെ പറയുകയാണ്. ഞാൻ തന്നെ കടിച്ച് കീറി പോയി കളയും, ഞാൻ പിടിച്ചു കൊണ്ടുപോകും, ആരും വിടുവിക്കുകയില്ല. അതാണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട്. അതായത് ഇസ്രായേൽ ജനത ഉണ്ടായ കാലം മുതൽ തന്നെയാണ് കൂട്ടിയാലും, അത് കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷമുള്ളായിരിക്കുന്ന കാലം കണക്കൂട്ടിയാലും, ഈ കഴിഞ്ഞ 2000 വർഷങ്ങളിലെ പ്രത്യേകമായ കാലം കണക്കൂട്ടിയാലും എവിടെയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തുണ്ടായിരുന്നു എന്ന് പോലും പറയാൻ കഴിയാതെ വണ്ണം അവരുടെ രാജ്യം കുപ്പക്കുന്നായി തീർന്നു. യൂറോപ്പിലൊക്കെ അവരനുഭവിച്ചതായിരിക്കുന്ന പീഡകളുടെ കണക്ക് വർണ്ണിച്ചാൽ അത്ഭുതവും കണ്ണുനീരും വരും നമുക്ക്, അല്ലേ? നിങ്ങളത് ഓർത്ത് വയ്ക്കുക. എത്ര ഭീകരമായിരിക്കുന്ന അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. എത്ര ലക്ഷം യഹൂദന്മാരെയാണ് ഹിറ്റ്ലറും മറ്റും കൊന്നൊടുക്കിയത്. ഇവിടെ ദൈവം പറഞ്ഞാൽ എന്താ? ഞാനൊരു സിംഹം പോലെയും ഒരു ബാലസിംഹം പോലെയും അവർക്കിരിക്കും. ഞാൻ തന്നെ പിടിച്ചുകൊണ്ടുപോകും, ഞാൻ തന്നെ കടിച്ചു കീറും, ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യും എന്ന് തന്നെ ദൈവം അവരുടെ പാപത്തിൻ്റെ കാലഘട്ടത്തിൽ അവരോട് അരുളി ചെയ്യുകയാണ്. ആ അരുളി ചെയ്തത് കറക്റ്റായിട്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനൊരു രാജ്യം 1948 കിട്ടുന്ന അതുവരെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതി ഇനി ഭൂലോകത്തിൽ ഉണ്ടാകുകയില്ലെന്ന് ലോകരാജ്യങ്ങൾ പറയത്തക്കവണ്ണം അവരുടെ രാജ്യം അവരുടെ കയ്യിൽ നിന്ന് പോയി. അവർ ചെതറിപ്പോയ രാജ്യങ്ങളിലെല്ലാം അവർ കണ്ടമാനം ആക്രമിക്കപ്പെട്ടു, കണ്ടമാനം ദ്രോഹിക്കപ്പെട്ടു. അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പിടിച്ച് അവർ പിച്ച് ചീന്തി കൊന്നു കളഞ്ഞു എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രമാത്രം ദൈവം അവരോട് കോപിക്കാൻ കാരണം എന്താ? അവരുടെ പാവം, അനുസരണക്കേട്, ദൈവത്തെ മറന്ന്, സത്യദൈവത്തെ മറന്ന് അവർ വിഗ്രഹങ്ങളെയും പൊന്നും വെള്ളിയും കൊണ്ടുള്ളായിരിക്കുന്ന വിഗ്രഹങ്ങളെയും അന്യദേവന്മാരെയും ദേവികളെയും ആരാധിച്ചതിൻ്റെ കോപമായിട്ടാണ് ദൈവം അവരോട് അത് ചെയ്തത്. എന്നിട്ട് ദൈവം കർത്താവിൻ്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയേ, അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി. അപ്പോൾ വന്നവനല്ലേ മടങ്ങിപ്പോകാൻ പറ്റുള്ളൂ. കർത്താവ് ഇവിടെ പറയുന്ന ഒരു പ്രവചന ഭാഷയാണെന്ന് അന്നേരം തന്നെ മനസ്സിലാകില്ലേ? ഈ പറയുന്നത് കർത്താവായി യേശുക്രിസ്തു വന്നതിന് ശേഷം സംഭവിച്ചതായിരിക്കുന്ന ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ചാണ് ഹോശേയ പ്രവചനത്തിൽ 5-ഉം 6-ഉം അധ്യായങ്ങളിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കും. അവിടെ കർത്താവ് അത് എടുത്തു പറയുകയാണ്. അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഈ പറഞ്ഞ വാക്യം ഒന്ന് ഓർത്തു നോക്കിയേ. കർത്താവായി യേശുക്രിസ്തു വന്നതിന് ശേഷം കർത്താവിനെ തള്ളിക്കളഞ്ഞ യഹൂദ ജനത്തോട് ദൈവം ഇടപെട്ടു. യഹൂദൻ കർത്താവിനെ ക്രൂശിച്ചു കൊന്നു, കർത്താവിനെ തള്ളിക്കളഞ്ഞു, അപ്പോസ്തലന്മാരെയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ലോകത്തിൻ്റെ നാനാഭാഗത്തെയും കാറ്റിൽ പതിര് പറന്നു പോകുന്ന പോലെയും പഞ്ഞി പാറിപ്പോകുന്ന പോലെയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് യഹൂദ ജനതയെ ചിതറിച്ച് കളഞ്ഞു. ചെന്നിടത്തെല്ലാം
അവർ പീഡ അനുഭവിച്ചു. അവർ പീഡ അനുഭവിക്കാത്ത ഒരേ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയുള്ളൂ, ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഇന്ത്യക്കാർ അവരെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ അവരോട് കരുണ കാണിച്ചു, ചെതറിപ്പോ വന്ന് ഇന്ത്യയിലെല്ലാം താമസിച്ചപ്പോൾ എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ കർത്താവോട് പറയുന്നത് ഇത് കർത്താവിൻ്റെ ഒന്നാം വരവിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ അവർ ചെതറിപ്പെടും എന്നുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയി, നിങ്ങൾ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും, നിങ്ങൾ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്ന് കർത്താവ് പറഞ്ഞു. മടങ്ങിപ്പോകണമെങ്കിൽ ആദ്യം ഒന്ന് വന്നിട്ട് വേണ്ട പോകാൻ. ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ കാര്യം വെച്ചുകൊണ്ട് ഈ സന്ദർഭം വെച്ചുകൊണ്ടാണ് താഴേക്ക് പറഞ്ഞു വരുന്നത്. താഴേക്ക് 6-ാം അധ്യായത്തിന് 1 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ ഇതിൻ്റെ തുടർമാനമാണ്. ഞാൻ പറയാറുണ്ട്, ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചത് ഇത് എഴുതിയ പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ ഒന്നും അല്ല കേട്ടോ. അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചത് കുറേയേറെ വർഷങ്ങൾ, കർത്താവ് മരിച്ചു വരുന്നതിന് പോയി കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എഴുത്തുകാരാണ് പിന്നെ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് തുടർമാനമായിട്ട് പറഞ്ഞു തരികയാണ്. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്, വരുവിൻ, വിളിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ വിളിക്കുകയാണ്, വരുവിൻ, നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലാം, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചത് അത് തന്നെയല്ലേ, ഞാൻ അവരെ കടിച്ചു കീറും, ഞാൻ അവരെ പിച്ചു ചീന്തും. അത് തന്നെയാണല്ലോ അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് താഴെ പറയുകയാണ്, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. നോക്കിയ അവൻ നമ്മെ അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കിട്ടും. അപ്പോൾ ഇസ്രായേലിന് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്താ വാഗ്ദത്തം എന്നറിയാമോ? എത്ര അവരെ ദ്രോഹിച്ചാലും, എത്ര ലോകത്തിൻ്റെ നടുവിൽ അവരെ നിന്ദ്യമാക്കി കളഞ്ഞാലും അവർ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്നേ. അവർ ദൈവത്തിൻ്റെ കൺമണിയാണ്, അവർ ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ യഹോവയുടെ അടുക്കിലേക്ക് കയറി ചെല്ലാം. അവൻ നമ്മളെ കടിച്ച് കീറിയാലും അവൻ നമ്മളെ സൗഖ്യമാക്കും. കടിച്ചു കീറുന്ന യഹോവയാ, സൗഖ്യമാക്കുന്ന യഹോവയാ. അപ്പോൾ സൗഖ്യമാക്കും, നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് കയറി ചെല്ലാം. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, എന്നാലും അവൻ നമ്മെ മുറിവ് കിട്ടും, നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം എന്ന് പറയുകയാണ്. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ പറയും ഇസ്രായേൽ രാജ്യം 1948 രൂപം കൊണ്ടു കഴിഞ്ഞല്ലോ. രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഇസ്രായേലിനൊരു രാജ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പ്രവചനം നിവൃത്തിയായി എന്ന് പലരും ചിന്തിക്കുന്നു. അതായത് കടിച്ചു കീറിയെടുത്തുനിന്ന് അവരെ സൗഖ്യമാക്കി, അടിച്ചെടുത്തുനിന്ന് മുറിവ് കെട്ടി അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ രാജ്യത്തിലാക്കിയില്ലേ, ഈ പ്രവചനം അന്ന് 1948 പൂർത്തിയായി എന്ന് പലരും പറയും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ കാലഘട്ടത്തിൽ അത് പൂർത്തിയായിട്ടില്ല. ഈ പ്രവചനം പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അവരുടെ രാജാവായി അവർ അന്വേഷിക്കുമ്പോൾ, ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ കർത്താവ് മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈ പ്രവചനം നിവൃത്തിയാകുള്ളൂ. ഇന്നവർക്കൊരു രാജ്യമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അവനെപ്പോഴാണ് നമ്മളെ സൗഖ്യമാകുന്നത്, അവനെപ്പോഴാണ് നമ്മളെ മുറിവ് കിട്ടുന്നത് എന്ന് ഇവിടെ പറയുകയാണ്. അതെപ്പോഴാണെന്ന് കാലക്കണക്ക് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. ഏത് കാലക്കണക്കാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളതിൻ്റെ താഴേക്ക് വായിക്കുന്നു, അവൻ മുറിവ് കെട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നോക്കിയാൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ 2 ദിവസം കഴിയണം. അപ്പോൾ ഈ സന്ദർഭം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. കർത്താവിൻ്റെ 1-ാം വരവിൽ അവർ കർത്താവിനെയും അപ്പോസ്തലന്മാരെയും തള്ളിക്കളഞ്ഞതിൻ്റെ ശേഷം നടക്കുന്ന ഒരു കാര്യമായിട്ട് ഹോശിയ പ്രവാചകന്, കർത്താവിനും ഏകദേശം 650 വർഷം മുമ്പ് ഹോശിയ പ്രവാചകന് പ്രവചന രൂപേണ ഒരു പ്രവചനം കൊടുക്കുന്നതാണ്. അത് കർത്താവിൻ്റെ 1-ാം വരവിന് ശേഷമുള്ളായിരിക്കുന്ന അവരുടെ നാശത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി ഞാൻ എൻ്റെ സ്ഥലത്തിരിക്കും. എത്ര വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ 1-ാം വരവിൽ കർത്താവിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം അവർക്ക് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയാണ്, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ മുറിവ് കിട്ടും. എപ്പോഴാണെന്നറിയാവോ? 2 ദിവസം കഴിഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുമെന്നാണ്. 2 ദിവസം. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവെഴുത്ത് അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഞാനിതെല്ലാം വാക്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പരിശോധിക്കണം. 90-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ
1000 സംവത്സരം യഹോവയുടെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1000 ദിവസം ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു എന്ന് 90 സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഉള്ള സന്ദർഭം പറയുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ അവസാന അധ്യായം 2-ാം ലേഖനത്തിൻ്റെ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ അവസാന അധ്യായം മുഴുവൻ കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു അവന് ഒരു ദിവസം കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് എന്നാണ് പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഹോശേയയിൽ പറയുകയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ദൈവവചനത്തെ വചനം കൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് 2000 വർഷമാണ് 2 ദിവസം. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ 3000-ാമത്തെ വർഷമാണ് 3-ാം ദിവസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിന് തിരുവെഴുത്തിൽ നമുക്ക് വ്യക്തമായിരിക്കുന്ന തെളിവുകൾ തന്നെയുണ്ട്. അപ്പോൾ എപ്പോഴാണ് അവരെ ഈ മുറിവ് കെട്ടുന്നത്, എപ്പോഴാണ് അവരെ സൗഖ്യമാക്കുന്നത്, എപ്പോഴാണ് ഇവരുടെ അടുക്കിലേക്ക് കർത്താവ് മടങ്ങി വരുന്നത്? നമ്മൾ വായിച്ചപ്പോൾ ഇവിടെ നമ്മൾ തൊട്ടുമേലെ വായിച്ചത്, അവർ എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും, അവർ ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കുമെന്നാണ്. അന്വേഷിച്ചിട്ട് മടങ്ങി വരണം ഇവർക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ, ഇവരുടെ മുറിവ് കെട്ടണമെങ്കിൽ. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഹോശേയ പ്രവാചകൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷം 2000 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് അവരുടെ അടുക്കിലേക്ക് മടങ്ങി വരികയും അവരുടെ മുറിവ് കെട്ടുകയും അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 3-ാം ദിവസം എന്ന് പറയുന്നത്, അതായത് 3000-ാമത്തെ വർഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ യഹൂദൻ എഴുന്നേൽക്കുന്ന, ലോകത്തിൻ്റെ നടുവിൽ ശക്തി ധരിക്കുന്ന, രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയെ മുഴുവൻ യഹൂദൻ്റെ കൈക്കീഴിൽ കാൽ കീഴിൽ ഭരിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന കാലമായിരിക്കണം 3000-ാമത്തെ വർഷം. അതായത് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷം 3000-ാമത്തെ വർഷം. കർത്താവ് എന്നാ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത്? പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. AD 30 മുതൽ AD 34 വരെയുള്ളായിരിക്കുന്ന കാലഘട്ടങ്ങൾ പലരും വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഞാൻ പല പണ്ഡിതന്മാരുടെ എഴുത്തുകൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത്, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത് AD 32 എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കുറേ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ AD 32 നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയത് എന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് AD 32 ഉയർത്തെഴുന്നേറ്റ് പോയതെങ്കിൽ ഈ 2000 വർഷം തികയുന്നത് എപ്പോഴാണ്? AD 2032 ഈ 2000 വർഷം തികയും. 2032 ഈ 2000 വർഷം തികയും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ 2 ദിവസം പൂർത്തിയാകുമ്പോൾ ഇസ്രായേലിനെ അവരുടെ മരണ അവസ്ഥയിൽ നിന്ന് പുനരുജ്ജീവിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ ലോകത്തിൻ്റെ മേൽ ഭരണാധികാരികളാക്കി വയ്ക്കണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ അടുക്കൽ വരും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും എന്നുള്ളായിരിക്കുന്ന വാക്യം ആ അർത്ഥത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി എത്ര നാളുണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ കാണാൻ? എത്ര നാളുണ്ട് അല്ലേ? അതൊരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമല്ലേ? അത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങളിത് വായിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ ഇവിടെ പറയുന്ന 2 ദിവസം ഇനി 2000 വർഷം ആയിക്കോട്ടെ സഹോദര. ഈ 2000 വർഷമാണെങ്കിൽ തന്നെ അത് കർത്താവിൻ്റെ 1-ാമത്തെ വരവ് മുതൽ 2-ാമത്തെ വരവ് വരെയുള്ള, കർത്താവിൻ്റെ ആദ്യത്തെ വരവിലെ മരിച്ച് ലോകം വിട്ടു പോയ കാലം മുതൽ കർത്താവിൻ്റെ പുനരാഗമനം വരെയുള്ളായിരിക്കുന്ന കാലഘട്ടമാണെന്ന് എങ്ങനെ തെളിയിക്കാനായിട്ട് പറ്റുമോ എന്ന് പലരും എന്നോട് ചോദിച്ചായിരിക്കുന്ന ഒരു കാര്യമാണ്. തെളിയിക്കാൻ ഇവിടെ തന്നെ വ്യക്തമായിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഹോശേയ പ്രവാചകന് പ്രവചനം കൊടുത്തപ്പോൾ, ഈ പ്രവചനം കൊടുത്തപ്പോൾ അരയും മുറിയായിട്ടല്ല കൊടുത്തത്. ഇതന്വേഷിച്ച് വേറെ വേദവാക്യങ്ങളൊന്നും അന്വേഷിച്ച് പോവുകയും വേണ്ട. ഹോശേയ പ്രവാചകന് വ്യക്തമായിട്ടാണ് ഇവിടെ അത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ 2000 വർഷം, ഈ 2 ദിവസം എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ പൂർത്തിയാകും എന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇത് എവിടുന്ന് തൊട്ട് എവിടം വരെയാ ഈ 2 ദിവസത്തിൻ്റെ ആരംഭം, ഈ 2 ദിവസത്തിൻ്റെ പരിസമാപ്തി എവിടം വരെയാ എന്നവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. 3-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഭയങ്കര അത്ഭുതം തോന്നും നമുക്ക്. നോക്കിയേ, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക, അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്,
അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. നോക്കിയേ, അവിടെ വായിച്ചത് നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ ഉത്സാഹിക്കുക. യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക, ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചതായിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ്റെ ജനനത്തെ ഉദയം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉദയം, അതായത് സൂര്യൻ ഉദിക്കുന്നത് പോലെയോ നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് പോലെയോ ചന്ദ്രൻ ഉദിക്കുന്നത് പോലെയോ ഉള്ളതായിരിക്കുന്ന ഉദയം എന്ന് ഈ ഭൂമിയിൽ ജനിച്ച ഏതെങ്കിലും ചക്രവർത്തിമാരെയോ രാജാക്കന്മാരെയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ ആളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഭൂമിയിൽ വന്ന് പിറന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ടു പോയ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ജനനത്തെയും ഉദയം എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് തിരുവെഴുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാനായിട്ട് പറ്റും. ഞാനതിന് നിങ്ങൾക്ക് ഒരു വേദവാക്യം വായിച്ച് കേൾപ്പിക്കാം. സംഖ്യ പുസ്തകം 24:17. ഒരു വേദവാക്യമല്ല, പല വേദവാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ല താനും. എത്ര വ്യക്തമായ പ്രവചനവാക്യമാണെന്ന് നോക്കിയാൽ, ഞാൻ അവനെ കാണും, ഇപ്പോഴല്ല താനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ നക്ഷത്രത്തിൻ്റെ ഉദിപ്പിനോടാണ്, നക്ഷത്രത്തിൻ്റെ തെളിമയോടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളെ എല്ലാം തകർക്കും. ഞാൻ അവനെ കാണും. മോശ ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പറയുന്നതായിരിക്കുന്ന ഈ വാക്യങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ ഞാൻ അവനെ കാണും, ഇപ്പോഴല്ല താനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് ഉദയം എന്ന് പറഞ്ഞിട്ടുള്ളത്. എബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ എങ്ങനെയാണ് പറഞ്ഞത്, ജീവിതത്തെ എന്തെന്നാണ് പറഞ്ഞതെന്നറിയാമോ? യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹോശേയ പ്രവചനത്തിൽ എന്തെന്നാണ് വായിച്ചേ? അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ലോകത്തിലൊരൊറ്റ മനുഷ്യൻ്റെ ജനന ജീവിതത്തെക്കുറിച്ച് മാത്രമേ ഉദയം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയാണ്. അപ്പോൾ എവിടുന്ന് തൊട്ട് എവിടം വരെയാണ് ഈ 2000 വർഷം 2000 വർഷത്തിൻ്റെ കാലക്കണക്ക് എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവോട്ടെ. ഇത് മാത്രമല്ലാട്ട് വാക്യം ഇനിയുണ്ട്. വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ശിമെയോൻ കർത്താവിനെ കയ്യിലെടുത്തിട്ട് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. എത്ര വ്യക്തമായ കർത്താവായി യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന ആ ശിമെയോൻ്റെ വാക്കുകളുണ്ട്. ഉദയമാണെന്ന് പറഞ്ഞു. ഇത് ഉദയം, ഉയരത്തിൽ നിന്നുള്ള ഉദയമാണ്. കർത്താവ് ജനിച്ചപ്പം ഒരു നക്ഷത്രം കൂടെ ഉദിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ഈ 2000 വർഷം അല്ലെങ്കിൽ ഈ 2 ദിവസം എവിടെ നിന്ന് ആരംഭിക്കുന്നു വെച്ചാൽ അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവിടെ നിന്നാണ് ഈ 2 തുടങ്ങുന്നത്. അവൻ്റെ ഉദയം എന്ന് പറഞ്ഞാൽ ആരുടെ ഉദയം? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ്, ഒന്നാമത്തെ വരവിനെയാണ് ഉദയം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ 2 വർഷം, ഈ 2 ദിവസം പൂർത്തിയാകുന്നത്, ഈ 2000 വർഷം പൂർത്തിയാകുന്നത് എവിടെയാണ് എന്നും കൂടെ അവിടെ പറയണ്ടേ? അതോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അതിശയം. അതോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ അവൻ നമ്മുടെ അടുക്കൽ വരും. ആരുടെയെങ്കിലും വരവിനെ മഴയോട് സാമ്യപ്പെടുത്തി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും വരവിനെ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വീണ്ടും വരുമെന്ന്. ആ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ ബൈബിളിൽ എന്തെന്നാണ് പറഞ്ഞറിയാവോ? ഒരു മഴയോട് സാമ്യപ്പെടുത്തിയ, പിന്മഴയോട് സാമ്യപ്പെടുത്തിയ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്.
അതാ ഒരു അതിശയം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെ തെളിയിക്കും ഈ 2 ദിവസം എവിടുന്ന് തൊട്ട് എവിടം വരെയാണെന്ന്? ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക ആ വാക്യം. അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തന പുസ്തകം 72-ലാണ്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ മഴയോടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതാ ഇവിടെ ഹോശേയാവിൽ വായിച്ച് അവൻ പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. അപ്പോൾ ഉദയം ഒന്നാമത്തെ വരവ്, മഴ രണ്ടാമത്തെ വരവ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ ഉദയം എന്ന് പറഞ്ഞു, രണ്ടാമത്തെ വരവിനെ പിന്മഴ എന്ന് പറഞ്ഞു. അത് ബൈബിളിൽ സാക്ഷീകരിച്ചിട്ടുണ്ടോ? നോക്കിയേ, 72-ാം സങ്കീർത്തനം 6 മുതൽ 11 വരെ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ മഴയോടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. 72-ൻ്റെ 6 മുതൽ 11 വരെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻ മഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. കണ്ടോ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ എന്തെന്നാ പറഞ്ഞേ? അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും. ഹോശേയ പ്രവചനത്തിൽ എന്തെന്നാ വായിച്ചേ? അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. എവിടുന്ന് തുടങ്ങി എവിടെ 2000 അവസാനിക്കും? 2000 എന്ന് പറഞ്ഞാൽ 2 ദിവസം എവിടെ അവസാനിക്കും? ഒന്നാം വരവ് തൊട്ട് രണ്ടാം വരവ് വരെ എന്നുള്ളതിന് ഇതിക്കുള്ള വ്യക്തത എന്താ ഉള്ളത്? അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഇറങ്ങി വന്ന 1000 ആണ്ട് യഹൂദനോട് കൂടെ ഭൂമിയെ വാഴുമ്പോഴാണ് ആ കാര്യങ്ങളെ ഈ താഴേക്ക് പറയുന്നതൊക്കെ. ആ മഴ പോലെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ താഴേക്ക് പറയുന്നത്. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. നോക്കിയാൽ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവാര? അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുമ്പിൽ വണങ്ങട്ടെ. അന്ന് സകല ജാതികളും ഒഴുകി യെരൂശലേമിലേക്ക് എത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിന് മുമ്പിൽ അവർ വീണ് നമസ്കരിക്കും. അത് മനസ്സിലാക്കുക. മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുമ്പിൽ വണങ്ങട്ടെ. അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീസിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചല്ലേ ഈ പറയുന്നത്? അനേക രാജ്യങ്ങളിലെ രാജാക്കന്മാർ കാഴ്ചയുമായി യെരൂശലേമിലേക്ക് എത്തും. കാഴ്ച കൊണ്ടുവരട്ടെ. ശബയിലെയും രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിവനെയും വിടുവിക്കുമല്ലോ. എളിവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച എത്ര മനോഹരമായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ആ കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഈ ഭൂമിയിലേക്ക് വരുന്നതായിരിക്കുന്ന വരവിനെ, ഇത് സഭയുടെ ഉൽപ്രാവണം അല്ലാട്ടോ ഞാൻ പറയുന്നത്, അത് ശ്രദ്ധിക്കണം. സഭയുടെ ഉൽപ്രാവണം അല്ല, ഇത് യഹൂദനെ രക്ഷിക്കാനായി ഈ ഭൂമിയിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്കായി വരുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് അവിടെ പറയുന്നത്. രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ പറഞ്ഞത് അവൻ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻ മഴ പോലെയും നമ്മുടെ അടുക്കൽ ഇറങ്ങി വരട്ടെ എന്നാണ്. ഹോശേയ പ്രവചനത്തിൽ എന്തെന്നാ വായിച്ചേ? അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അപ്പോൾ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്ന ഈ 2000 വർഷം? ഒന്നാമത്തെ വരവ് വന്നു ഉയർത്തെഴുന്നേറ്റ് പോയ ആ കാലം മുതൽ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം മുതൽ കർത്താവ് ഭൂമിയെ 1000 ആണ്ട് വാഴുവാൻ വരുന്ന കാലം വരെയാണ് ഈ 2 ദിവസം. എന്തെന്നാ പഠിച്ചേ? 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും എന്നാണ് നമ്മൾ വായിച്ചത്. ഇത് എവിടുന്ന് തുടങ്ങിയ ഈ 2 ദിവസം? ഈ 2 ദിവസം 2000 ആണെന്ന് ഞാൻ തെളിയിച്ചു തന്നല്ലോ. 90-ാം സങ്കീർത്തനത്തിൽ നിന്നും അതുപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും. 2 ദിവസം, ബൈബിളിലെ 2 ദിവസം എന്ന് പറഞ്ഞാൽ 2000 വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ നാമാവശേഷമായി ഇത്രയും കാലവും ലോകത്തിൽ ഒന്നുമല്ലാതെ കിടന്നതായിരിക്കുന്ന, ഇപ്പോഴാണല്ലോ ഒരു രാജ്യം കിട്ടിയത്, ആ ജനത ലോകത്തിൻ്റെ നടുവിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. അവർ എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായി. 2 ദിവസം കർത്താവിൻ്റെ 1-ാമത്തെ വരവ് മുതൽ 2-ാമത്തെ വരവ് വരെയുള്ളായിരിക്കുന്ന കാലഘട്ടമാണ് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുമല്ലോ നിങ്ങൾ, എന്താ സംഭവം? അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയത് AD 32-ലാണ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം എന്ന് പറയുന്നത് AD 2032 അത് പൂർത്തിയാകണം.
ആ 2 ദിവസം കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും തൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വരണം. വന്നേ തീരൂ. അതാണ് തിരുവെഴുത്തിൽ പറയുന്നതായിരിക്കും സത്യം. ഞാൻ തിരുവെഴുത്ത് നിങ്ങളോട് പറയുന്നത് ഇന്ന് ഇസ്രായേലിൽ യുദ്ധം നടക്കുന്ന കണ്ടിട്ട് പറയുന്നൊന്നുമല്ല. അങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ 2018 മുതൽ ഞാനിത് പറയാൻ തുടങ്ങിയതാണ്. അന്നൊന്നും ഇസ്രായേലിലൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ അന്നൊന്നും ലോകത്തിൽ കൊറോണ വന്ന ലക്ഷങ്ങൾ മരിച്ചു പോയിട്ടൊന്നുമില്ല. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അന്ന് തൊട്ട് ഞാനിത് പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AD 2032 ഇസ്രായേലിനെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടണം, വരണം. ഇങ്ങനെ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിപ്പാനായിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇസ്രായേൽ ലോകത്തിൻ്റെ നടുവിൽ ഒരു അനുഗ്രഹമായിട്ട് തീരും. യെശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ, വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും. ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം അല്ലേ ഇസ്രായേൽ, അറിയാമല്ലോ. ഇവിടെ പറയാം വരും കാലത്ത്. വരും കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഇപ്പോഴല്ല, കർത്താവിൻ്റെ വാഴ്ചയുടെ കാലത്ത്. വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. ഞാൻ സകല സൃഷ്ടിയുടെയും തേജസ്കരണം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിന് ഞാൻ 7 വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. 7 വീഡിയോ എപ്പോഴേ ഈ തേജസ്കരണമൊക്കെ സംഭവിക്കുന്നതെന്ന്. അതായത് നിങ്ങൾ കേൾക്കുമല്ലോ. അത് കേട്ടാൽ ഈ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാൽ ഇസ്രായേൽ വേരൂന്നി തളിർത്ത് പൂത്ത് ഫലം കായ്ക്കുന്ന ഒരു കാലഘട്ടം വരും. അതിന് അവരുടെ രാജാവിനെ അവർ അംഗീകരിക്കണം. അവർ കുത്തിവെങ്കിലേക്ക് നോക്കി ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നവർ വിലപിക്കണം. അപ്പോൾ പോയവൻ മടങ്ങി വരും. കർത്താവ് അവരെ വിട്ട് പോയവൻ മടങ്ങി വരും അവരുടെ അടുക്കിലേക്ക്. അതാ ഹോശേയ പ്രവചനത്തിൽ ഈ പറയുന്നത്, അവരെൻ്റെ മുഖം അന്വേഷിക്കോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ വേരൂന്നുകയും പൂത്ത് തളിർത്ത് ഫലം കായ്ക്കുകയും ചെയ്യും. അന്ന് ആ ഇസ്രായേൽ ഫലം കായ്ക്കുന്ന സമയത്ത് ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പലരും ഈ കാര്യം ഞാനിങ്ങനെ പറയുമ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നതായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹൂദ കലണ്ടർ വെച്ച് വേണ്ടേ ബ്രദറെ നമ്മളിത് കണക്ക് കൂട്ടാൻ? ഇന്നത്തെ ഈ ആധുനിക കലണ്ടറൊക്കെ വന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷമല്ലേ ഇന്നത്തെ കലണ്ടർ വന്നേ? യഹൂദന്മാരുടെ കലണ്ടർ വെച്ച് കണക്ക് കൂട്ടണ്ടേ? യഹൂദന്മാരുടെ കലണ്ടർ വെച്ച് കണക്ക് കൂട്ടണ്ടേ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? യഹൂദന്മാരുടെ കലണ്ടറിലെ 5 ദിവസം കുറവാണ്. 360 ദിവസമുള്ളൂ ഒരു വർഷം. അത് വെച്ച് കണക്ക് കൂട്ടണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ കലണ്ടറിൽ 365 ദിവസമുണ്ട് അല്ലേ, ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ 5 ദിവസം വെച്ച് ഒരു വർഷത്തിൽ കുറയ്ക്കണം. 5 ദിവസം വെച്ച് ഒരു വർഷത്തിൽ കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു വരുന്നതിന് പോയിട്ട് ഏകദേശം 2000 വർഷമായില്ലേ. അപ്പോൾ ഈ 2000 വർഷത്തെ 5 ദിവസം വെച്ച് കുറച്ച് കഴിഞ്ഞാൽ 2000 വർഷം 5 ദിവസം വെച്ച്, ഒരു വർഷം 5 ദിവസം വെച്ച് കുറച്ചാൽ 2000 വർഷമാകുമ്പോൾ എത്രയാവും? 10000 ദിവസമാവും. ഈ 10000 ദിവസത്തെ 360 ദിവസങ്ങളുള്ളതായിരിക്കുന്ന വർഷങ്ങൾ വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ കുറയും? ഏകദേശം 28 വർഷം കുറയും. ഇന്നത്തേക്കാൾ 28 വർഷം കുറയും. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഏകദേശം ഞാൻ പറയുന്നത് 1995 ഈ പ്രവചനം നിവൃത്തിയാണമായിരുന്നു. 1995 ഈ പ്രവചനം നിവൃത്തിയാണമായിരുന്നു. ഈ പ്രവചനം നിവൃത്തിയായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദ കലണ്ടർ വെച്ചല്ല ഇത് പഠിക്കേണ്ടത്. ഈ യഹൂദ കലണ്ടർ മാറ്റിയത് നമ്മുടെ കർത്താവല്ലേ. ആധുനിക കലണ്ടർ വരുവാൻ തക്കവണ്ണം ഭരണചക്രത്തെ നിയന്ത്രിച്ചത് നമ്മുടെ കർത്താവാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും എന്ന് പറഞ്ഞ് ഇന്നത്തെ കലണ്ടർ തിരിച്ചതുപോലും കർത്താവിൻ്റെ ഹിതപ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് യഹൂദ കലണ്ടർ വെച്ച് കണക്കൂട്ടിയാൽ കർത്താവ് ഒരു 10-28 വർഷം മുമ്പേ ഈ ഭൂമിയിൽ ഈ പ്രവചന നിവൃത്തി അനുസരിച്ച് വരികയും ഭരണം തുടങ്ങുകയും ചെയ്യണമായിരുന്നു. എന്നാൽ കർത്താവ് വന്നില്ല, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ യഹൂദ കലണ്ടർ വെച്ചല്ല ഇത് കണക്ക് കൂട്ടേണ്ടത്. നമ്മുടെ ഈ ഇപ്പോഴത്തെ ആധുനിക കലണ്ടർ വെച്ച് തന്നെയാണ് നമ്മളിത് കണക്ക് കൂട്ടേണ്ടത്. അതൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ 2000 വർഷം അല്ലെങ്കിൽ 2 ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ ലെവലിൽ തന്നെ, ഇന്നത്തെ കലണ്ടർ വെച്ച് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. രണ്ടാമത് ഒരു ചോദ്യം വരുന്നത് എന്താണെന്നറിയാമോ? ഈ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മളെ ജീവിപ്പിക്കുമെന്നല്ലേ? അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. 2 ദിവസം കഴിഞ്ഞ് 2000 വർഷം എന്നുള്ളതാണ്. ഈ 2000 വർഷം കഴിഞ്ഞിട്ട് ഒരു 2200 വർഷം കഴിഞ്ഞിട്ടോ, 2400 വർഷം കഴിഞ്ഞിട്ടോ, 2500 വർഷം കഴിഞ്ഞിട്ടോ, 2900 വർഷം കഴിഞ്ഞിട്ടോ ആകാമല്ലോ. കാരണം 2 ദിവസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അതിനൊരു കാലക്കണക്ക് പറയാനായിട്ട് പറ്റുമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നത്, എന്നോട് ചോദിക്കാറുണ്ടെന്ന് പറയുന്നത്.
എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, ഈ 2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ളതായിരിക്കുന്ന പുനരുദ്ധാനം എപ്പോഴാണ്? 3-ാം ദിവസത്തിൻ്റെ വെളുപ്പം കാലത്ത് മറിയയും കൂടിയുള്ള സ്ത്രീകളും കല്ലറയിൽ ഓടിച്ചു നോക്കിയപ്പോൾ കല്ലറ ശൂന്യം. കർത്താവ് മരിച്ചിട്ട് 3-ാം ദിവസത്തിൻ്റെ ആരംഭത്തിൽ, ഞാനതിന് പ്രഭാതം എന്ന് പറയട്ടെ, 3-ാം ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇല്ലേ? മനസ്സിലായില്ലേ? അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഇസ്രായേലിനോട് ഈ ഹോശേയ പ്രവചനത്തിൽ എന്താ പറഞ്ഞേ? വരുവിൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് കയറി ചെല്ലാം, അവൻ നമ്മെ മുറിവ് കിട്ടും, അവൻ നമ്മെ സൗഖ്യമാക്കും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ജീവിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും മരണവും എല്ലാം നമ്മുടെ ഇസ്രായേലിനെ ഒരു മുൻകുറിയായിരുന്നു, ഒരു മുന്നോടിയായിരുന്നു. എല്ലാം അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അവൻ അവർക്ക് മുമ്പാകെ കഷ്ടപ്പെട്ടു എന്ന യിരെമ്യാ പ്രവചനത്തിൽ എഴുതി. അവൻ അവർക്ക് മുമ്പാകെ, അവർക്ക് മാതൃകയായി കഷ്ടപ്പെട്ടു എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ സംഭവിച്ചായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്രായേലും അച്ചട്ടായി അനുസരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അവൻ്റെ അങ്കിക്കായി ചീട്ടിട്ട് വിവാഹിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? എൻ്റെ ദേശം അതുപോലെ വിവാഹിക്കപ്പെടും, ഇസ്രായേൽ വിവാഹിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ട്. അതെല്ലാം വരുന്ന ആളുകളിൽ കാണാനിരിക്കുന്നുള്ളൂ. ഇസ്രായേൽ വിവാഹിക്കപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ സംഭവിച്ചതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഒരു മുൻകുറിയാണ്, മുന്നോടിയാണ്. ഇസ്രായേലും അത് അനുഭവിക്കണം. ഇവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. മരിച്ചവരെയല്ല ജീവിപ്പിക്കണ്ടേ, ഉറങ്ങുന്നവരെയല്ല ഉണർത്തണ്ടേ. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ആരെയാണ്? ഉറങ്ങുന്നവരെയല്ല എഴുന്നേൽപ്പിക്കണ്ടേ, മരിച്ചവരെയല്ല ജീവിപ്പിക്കണ്ടേ. ഇത് എവിടെയാണ് സൂചിപ്പിക്കുന്നത്? ഇതിൻ്റെ തെളിവ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ കർത്താവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും എവിടെ കാണിക്കുന്നത്? അത് തന്നെ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത്, ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. ഭാവി കാലം എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ചൂണ്ടിക്കാണിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ സമീപകാലത്ത് സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ശൂന്യാവസ്ഥയിൽ നിന്ന് അവരെ പണിയാനായിട്ട് പോവുക. നമ്മുടെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക, അവരുടെ മരണാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുക. കർത്താവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പ്രഭാതത്തിലല്ലേ? 3-ാം ദിവസത്തിൻ്റെ ആരംഭ സമയത്തല്ലേ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇവിടെയില്ല എന്നുള്ള ശബ്ദം അവർ കേട്ടത്, ചെന്നവരായിരിക്കുന്ന സ്ത്രീകൾ കേട്ടത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലും 3-ാം ദിവസത്തിൻ്റെ സുപ്രഭാതത്തിൽ 3-ാം ദിവസത്തിൻ്റെ 2 ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ആ 2 ദിവസം പൂർത്തിയാകുമ്പോൾ, 2000 വർഷം പൂർത്തിയാകുമ്പോൾ, അതിൻ്റെ അടുത്ത നാളുകളിൽ തന്നെ ഇസ്രായേലിനെയും അതുപോലെ തന്നെ ആ പുതുപുലരിയിലേക്ക് ഇസ്രായേലിനെയും കൂടെ എഴുന്നേൽപ്പിക്കും, ഇസ്രായേലിനെ കൂടെ ജീവിപ്പിക്കും. അവൻ നമ്മെ ജീവിപ്പിക്കും, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും തന്നെ. ഈ കർത്താവിന് സംഭവിച്ച അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. എത്ര വ്യക്തമെന്ന് നോക്കിയേ. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കുക. ഈ 2 ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ 2900 വർഷം കഴിഞ്ഞിട്ടും ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഈ മറുപടി പറയുന്നത്, ഇല്ല, അങ്ങനെ സംഭവിക്കുകയില്ല. 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസത്തിൻ്റെ പ്രാരംഭ പ്രഭാതത്തിൽ തന്നെ ഇസ്രായേലിനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽ 2000 വർഷം തികയുമ്പോൾ ഒലിവുമലയിൽ ചവിട്ടണം. മനസ്സിലായോ? 2000 വർഷം തികയുന്നത് 2032 AD 2032 തികയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇനി ഒരു 1000 വർഷം 100 വർഷം 500 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ കർത്താവ് വരുള്ളൂ, നിങ്ങൾക്ക് വിശ്വസിക്കാം. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഒരുങ്ങിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. നിങ്ങൾ ഒരുങ്ങാത്തവരായിരിക്കും, നിങ്ങൾ അവസാനം പുറത്തേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളാനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് ഏത് ദിവസവും വേണമെങ്കിലും അവർക്ക് അവരുടെ ഉയർപ്പാകാമല്ലോ, 3000-നിടയിൽ എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയാണ് അല്ല, ആ പ്രഭാതത്തിൽ തന്നെ സംഭവിക്കണം. ഇനി അതിന് തന്നെ മറ്റൊരു ഉത്തരം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്നറിയാമോ? ഈ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞായിരിക്കുന്ന ആ കാര്യം, കഴിഞ്ഞിട്ട് എന്നുള്ള കാര്യം ബൈബിളിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. 62 ആഴ്ച വട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ഛേദിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. 7 ആഴ്ച വട്ടം കൊണ്ട് യെരുശലേമിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. ഇതൊക്കെ എവിടെ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 27, 26, 25, 27 വാക്യങ്ങളിലൊക്കെയാണ്. അവിടെ നിങ്ങൾ വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 7 ആഴ്ചവട്ടം കൊണ്ട് നിൻ്റെ ജനത്തിനും ഇസ്രായേൽ ജനത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 7 ആഴ്ചവട്ടം കൊണ്ട് അവൻ അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. 7 കണക്കൂട്ടി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തം ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞു.
62 ആഴ്ചവട്ടം കഴിയുമ്പോൾ. അതിനൊക്കെ പണ്ഡിതന്മാർ പറയുന്നതായിരിക്കുന്ന കാര്യം എന്നറിയാമോ? കൃത്യം ദാര്യാവേശ് ചക്രവർത്തിയുടെ കൽപ്പന പുറപ്പെട്ടതിന് ശേഷം കൃത്യം 69 ആഴ്ചവട്ടം തികഞ്ഞ അന്ന് നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് രാജാതിരാജാവായി കഴുതപ്പുറത്ത് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. യെരുശലേമിലേക്ക് പ്രവേശിച്ചു. ആ യെരുശലേമിലേക്ക് പ്രവേശിച്ച അതേ ആഴ്ചയിൽ തന്നെ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഭിഷിക്തൻ എന്ന് പറയുന്നതൊക്കെ ഛേദിക്കപ്പെട്ടതൊക്കെ ആ കറക്റ്റ് കണക്കിലാണെന്ന് പറഞ്ഞത്. ആ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആ ആഴ്ചവട്ടം കഴിഞ്ഞ അതേ നാളിൽ തന്നെ, അതേ നാളുകൾ അല്ലെ 1, 2, 3 നാളുകളിൽ തന്നെ നമ്മുടെ കർത്താവ് യെരുശലേമിൽ ഛേദിക്കപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ട്, കുറേ വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട്, 69 ആഴ്ചവട്ടം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നൊന്നുമല്ല. അതെന്ന് പൂർത്തിയായോ അതിൻ്റെ അടുത്ത ദിവസം അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ഛേദിക്കപ്പെട്ടു. ഇത് ബൈബിളിലെ തെളിവാണ്. അപ്പോൾ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ട് എന്നുള്ള അർത്ഥം നമ്മൾ ആരും എടുക്കണ്ട. ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഈ കാലക്കണക്കുകൾ ഗേറ്റ് മിനിസ്ട്രിയുടെ ഉപദേശമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്നുകൂടെ വിശദീകരിക്കാം. ഞാനൊരു ഗേറ്റ് മിനിസ്ട്രിയിലെ പ്രവർത്തകനാണ്. ഞാനും ഞങ്ങൾ ഒരുപാട് പലരും ഉണ്ട്. തോമസ് സാറും ഞങ്ങളെല്ലാം ഗേറ്റ് മിനിസ്ട്രിയുടെ പ്രവർത്തകനാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഗേറ്റ് മിനിസ്ട്രി ഇങ്ങനെ 2032 1000 ആണ്ട് വാഴ്ച നടക്കും എന്ന് പഠിപ്പിച്ചു എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഇത് ഗേറ്റ് മിനിസ്ട്രിയിലുള്ളവർക്കും ഇല്ലാത്തവർക്കും അതിന് പുറത്തുള്ളവർക്കും അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആദ്യം വായിച്ച് കേട്ട വാക്യം പോലെ എൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടും. ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗേറ്റ് മിനിസ്ട്രിയുടെ ഉപദേശമല്ല. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഇതുപോലെ 7ഓളം വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ, സൂചനകൾ, വ്യക്തമായ തെളിവെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സൂചനയാണല്ലോ. ഇതുപോലെ സൂചനകൾ ബൈബിളിലുണ്ട്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇത് ഗേറ്റ് മിനിസ്ട്രിയുടെ ഉപദേശമല്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഏതൊക്കെയോ തെറ്റായിരിക്കുന്ന ഉപദേശത്തിൻ്റെ കീഴിൽ അമർന്നിരിക്കുക. ഞാൻ അത് മനസ്സിലാക്കുന്നു. നിങ്ങളിപ്പോൾ പോകുന്നതായിരിക്കുന്ന സംഘടനയും നിങ്ങളിപ്പോൾ പോകുന്നതായിരിക്കുന്ന സഭയും അവിടുത്തെ ഉപദേശവും നിങ്ങളൊന്ന് പുനഃപരിശോധിക്കുക. പുനഃപരിശോധിച്ചിട്ട് ഇത് ശരിയാണോ എന്ന് ചിന്തിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, കൃപയുടെ സുവിശേഷം ലോകത്തിലേക്ക് വന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മാത്രമാണ് ജാതികളായിരിക്കുന്ന നമ്മുടെ അപ്പോസ്തലൻ. 12 അപ്പോസ്തലന്മാർ യഹൂദന്മാർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ യഹൂദന്മാരുടെ അപ്പോസ്തലന്മാരാണ്. അത് തിരിച്ചറിയുക. ഈ കാൽവരി കുരിശിലൂടെ രക്ഷണീയ സുവിശേഷം ലോകത്തിലേക്ക് വ്യാപിച്ചത് പൗലോസിന് വെളിപ്പെട്ടായിരിക്കുന്ന മഹാരഹസ്യമാണ്. ഈ ഉൽപ്രാവണം എന്ന് പറയുന്നത് പൗലോസിന് വെളിപ്പെട്ടായിരിക്കുന്ന മഹാരഹസ്യമാണ്. ഇത് എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ യഹൂദന്മാരുടെ ഉപദേശവും നമ്മുടേത്, 66 പുസ്തകങ്ങളടങ്ങുന്ന ഈ വലിയ ബൈബിൾ മുഴുവൻ നമ്മുടേത്, ഇതെല്ലാം നമ്മളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കൂട്ടത്തെയും വിശ്വസിക്കരുത്, അംഗീകരിക്കരുത്. ഞാനത് നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നു. ഞാനിന്ന് അനേകരുടെ ഈ സുവിശേഷം പറയുമ്പോൾ എനിക്കിന്ന് വളരെ സംതൃപ്തിയാണ് എൻ്റെ മനസ്സിന്. എന്താ കാരണം എന്നറിയാമോ? ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞ് എനിക്ക് പഠിപ്പിക്കേണ്ട, ദൈവവചനത്തെ തെറ്റായിട്ട് എനിക്ക് വ്യാഖ്യാനിക്കേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ, ദൈവവചനത്തിൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടാൻ, അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ പ്രകാശനം ലഭിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അതിൻ്റെ ശരിയായിരിക്കുന്ന രൂപത്തിൽ, അതിൻ്റെ ശരിയായിരിക്കുന്ന വ്യവസ്ഥയിൻ പ്രകാരം മനസ്സിലാക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നോട് കരുണ കാണിച്ചു. അതുകൊണ്ട് ഇന്ന് ആരോടും സുവിശേഷം പറയുമ്പോൾ എനിക്ക് ചോദ്യങ്ങളുടെ മുമ്പിൽ തല കുനിക്കണ്ട, എനിക്ക് ആരുടെയും മുമ്പിൽ ലജ്ജിച്ചിരിക്കേണ്ട. അതാണ് സത്യം. പ്രിയമുള്ളവരെ, 66 പുസ്തകം നമുക്ക് വേണ്ടി എഴുതിയല്ല എന്നോർത്തിട്ട് ഈ ദൈവവചനം മുഴുവൻ നമുക്ക് വായിക്കേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ അല്ല. ഇതെല്ലാം ദൈവശാസ്ത്രീയമാണ്. എന്നാൽ ഇത് റൈറ്റ് ഡിവിഷൻ ചെയ്ത് പഠിക്കണം. നമുക്കുള്ളത് നമ്മുടെ അടിസ്ഥാന ഉപദേശം പൗലോസിൻ്റെ എഴുത്തുകളിലാണ്, 13 ലേഖനങ്ങളിലാണ്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതായിരിക്കുന്ന കൃപയുടെ സുവിശേഷ പ്രകാരമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനാണ്, അല്ലാതെ 12 അപ്പോസ്തലന്മാരല്ല. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും വേറെ ഒരു കാര്യമായിരുന്നു. അത് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തെറ്റായിരിക്കുന്ന ഉപദേശത്തിൻ്റെ കീഴിൽ കിടക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പെട്ടെന്ന് പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത 2032 സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത് 2032 കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത് AD 32 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും
2032 സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ, സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചൊന്നും ദിവസവും മണിക്കൂറൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ദിവസവും നാളും നാഴികയും ദിവസവും മണിക്കൂറൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അതെടുത്തിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് ആക്കി മനുഷ്യരിന്ന്. അതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. നാളും നാഴികയും സംബന്ധിച്ച് ആരും അറിയുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ സാധ്യതയുണ്ട്. 2032 കർത്താവിൻ്റെ തിരിച്ചു വരവിനുള്ളായിരിക്കുന്ന സാധ്യത ഉണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതാണോ നമ്മുടെ പ്രതീക്ഷ? ഈ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ ഒലിവുമല പ്രത്യക്ഷതയാണോ? കർത്താവ് ഇസ്രായേലിന് രാജാവായി വരാൻ പോകുന്ന പ്രത്യക്ഷതയാണോ നമ്മുടെ പ്രതീക്ഷ? അല്ലല്ലോ, അല്ല. നമ്മുടെ പ്രതീക്ഷ എന്താ? നമ്മുടെ പ്രതീക്ഷ കർത്താവ് മധ്യാകാശം വന്ന് സഭയെ അങ്ങോട്ട് ചേർക്കുന്ന പ്രതീക്ഷയാണ്. കർത്താവ് മധ്യാകാശം വന്ന് സഭയെ ഉൽപ്രാവണത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കുന്ന പ്രതീക്ഷയാണ് നമ്മുടെ. അല്ലാതെ കർത്താവ് ഭൂമിയിലേക്ക് ഭരിക്കാൻ വരുന്നത് നമ്മുടെ കാര്യമല്ല, നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റൈറ്റ് ഡിവിഷൻ, ദൈവവചനം ശരിയാവണ്ണം വ്യാഖ്യാനിക്കുക. ഈ കർത്താവ് വരുന്ന യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ തെറ്റായിരിക്കുന്ന ഉപദേശത്തിൻ്റെ കീഴിലാണെങ്കിൽ തിരുത്തി മനസ്സിലാക്കുക. പൗലോസ് അപ്പോസ്തലനിലൂടെ വന്നായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞായിരിക്കുന്ന റോമാലേഖനം മുതൽ ഫിലെമോൻ വരെ എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങളാണ് നമ്മുടെ ഉപദേശങ്ങൾ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. അതല്ലാതെ എല്ലാം കർത്താവ് പറഞ്ഞത് മുതലെല്ലാം പഴയ നിയമം മുഴുവൻ എൻ്റേതാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിങ്ങളിരുന്നാൽ ഇരിക്കത്തേ ഉള്ളൂ, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് വായിക്കാം. ബുദ്ധിപദേശം എഴുതിയിരിക്കുന്നതാണ്, നമുക്കത് ബുദ്ധിപദേശം തരികയും ചെയ്യും. സത്യം അതെല്ലാം വായിക്കണം, എപ്പോഴും വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അടിസ്ഥാന ഉപദേശം സ്വീകരിക്കുമ്പോൾ പൗലോസിൻ്റെ എഴുത്തുകളിൽ നിന്ന് സ്വീകരിക്കണം. പൗലോസിനെയാണ് ജാതികളായ നമുക്ക് വേണ്ടി ദൈവം നിയമിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 2032 കർത്താവ് വന്നേക്കാമെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ, വന്നില്ലല്ലേ എനിക്ക് വിരോധമൊന്നുമില്ല. അത് അവർ തന്നെ അങ്ങനെ 2032 കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ലല്ലോ എന്ന് അത് കഴിയുമ്പോൾ എന്നോട് ആര് ചോദിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ കർത്താവിന് സമയം കുറിക്കാനിരിക്കുന്നവനല്ല ഞാൻ. പക്ഷേ തിരുവെഴുത്തിൽ കണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞു. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല. തിരുവെഴുത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ലോകത്തോട് പറയും, ഇനിയും പറയും. അത് കർത്താവ് 2032 1000 ആണ്ട് വാഴ്ചയ്ക്ക് വന്നാലും വന്നില്ലെങ്കിലും പറയും. കർത്താവിൻ്റെ സമയം സകലവും സൃഷ്ടിച്ച സർവജ്ഞാനിയായ ദൈവത്തിനെ അറിയുള്ളൂ. എന്നാൽ ഇത് തിരുവെഴുത്തിൽ ഇങ്ങനെ ചില സാധ്യതകളുണ്ട്. കാലത്തെ വിവേചിക്കാൻ നമ്മൾ ബുദ്ധിമാന്മാരാകണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയല്ല നമ്മൾ കാത്തിരിക്കുന്നത് മധ്യാകാശം വന്ന് സഭയെ സ്വീകരിക്കുന്നതാണ്. ഈ മഹത്വപ്രത്യക്ഷതയ്ക്ക് 7 വർഷം മുമ്പ് യഹൂദിനെ ശുദ്ധീകരിക്കുന്ന മഹാപീഡന കാലമുണ്ടാകും. മനസ്സിലായോ? മഹാപീഡന കാലം. യഹൂദിനെ ശുദ്ധീകരിക്കുക എന്നുള്ള അതിൻ്റെ മുഖ്യ ഉദ്ദേശം. യഹൂദിനെ ഉലയിൽ ചുട്ട് തനിത്തങ്കം കീടം നീക്കി തനിത്തങ്കം പുറത്തേക്ക് എടുക്കുന്നത് പോലെ അവരെ ശുദ്ധീകരിച്ചെടുക്കുവാനുള്ളതായിരിക്കുന്ന കാലഘട്ടമാണ് ഈ മഹാപീഡനം എന്ന് പറയുന്നത്. ലോകത്തിലെല്ലായിടത്തും വരുമായിരിക്കാം, എന്നാൽ യഹൂദിനെ സംബന്ധിച്ചാണ് അത് സ്പെസിഫിക്കലി ആ വിധത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അത് അവരോട് ദൈവം ഇടപെടാൻ തുടങ്ങുന്ന, അവരോട് ഇടപെടാൻ തുടങ്ങണമെങ്കിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടണം. 7 വർഷം മഹാപീഡനം. അങ്ങനെയാണെങ്കിൽ സഭ ഈ മഹാപീഡനത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സഭ ഇവിടുന്ന് തുറയിലേക്ക് എടുക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് 7 വർഷം മുമ്പ് സഭ രൂപാന്തരപ്പെട്ട് സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മഹത്വ പ്രത്യക്ഷത 2032 ആയേക്കാമെങ്കിൽ 2033 ആകട്ടെ, 34 ആകട്ടെ, എനിക്ക് വിരോധമില്ല. 35 ആകട്ടെ, എനിക്കിതൊന്നും വിരോധമില്ലെന്ന് ഞാൻ പറയാനുള്ളത് പറയുന്നു. അത് 2030 ആകട്ടെ, അതൊന്നും എനിക്ക് വിരോധമില്ല. എന്നാൽ ആ ഏകദേശം കണക്കൂട്ടെ 2032 അതിന് 7 വർഷം മുമ്പ് സഭയുടെ ഉൽപ്രാവണം നടക്കും. അപ്പോൾ എപ്പോൾ സംഭവിച്ചേക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ പരിഹസിക്കും, നിങ്ങൾ എന്തെല്ലാം പരിഹാസ കമൻറ്റുകൾ ഇട്ടാലും എനിക്ക് വിരോധമില്ല. പറയാനുള്ളത് പറയുന്നു. എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കുന്നു. പക്ഷേ എന്നെ കേൾക്കുന്ന ആരും നശിച്ചു പോകരുത്. ഈ സത്യസുവിശേഷം കേട്ട് ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ കാലൊച്ചയ്ക്ക് കാതോർത്തിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അവൻ്റെ പൊന്മുഖം അധികം താമസിക്കാതെ കാണും. അവൻ്റെ തേജസ്സാർന്ന ആ മുഖലാവണ്യം നിങ്ങൾ കാണും. ആ ആണിപ്പാടുകളുള്ളായിരിക്കുന്ന കൈകാലുകൾ നിങ്ങൾ കാണും. അതിന് അധികം താമസമില്ല. എന്താണ് മോശയും ഇയ്യോബും ഒക്കെ പറഞ്ഞതുപോലെ ഞാൻ തന്നെ അവനെ കാണും. എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. ഞാൻ തന്നെ അവൻ ഒടുക്കം പൊടിമേൽ നിൽക്കുന്നത് കാണും. അതിന് ഇനി അധികം താമസമില്ല. എൻ്റെ കേൾവിക്കാരേവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യവചനം യഥാർത്ഥമാവണ്ണം പഠിച്ച്
ഈ സത്യത്തിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.